വെൽക്കം ബാക്ക് ടു അനൂസ് മാജിക് പ്ലേറ്റ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ്. പലരും പല രീതിയിൽ മീൻ വറുത്തെടുക്കാറുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്ന റെസിപ്പികളുണ്ട്, അതുപോലെ കുറച്ച് സമയമെടുത്ത് ചെയ്യുന്ന റെസിപ്പികളുണ്ട്. ഇത് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു 3-4 ചേരുവകൾ ചേർത്ത് അരച്ച് മീനിൽ പുരട്ടി വെച്ചതിന് ശേഷം ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വീട്ടിലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ വളരെ സ്പെഷ്യലായിട്ട് നമുക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കും. കുറച്ചൊന്ന് മെനക്കെട്ടാൽ മതി. അപ്പോൾ അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപായിട്ട് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എങ്കിൽ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുവാനായിട്ട് എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന കിളിമീനാണ്. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള മീൻ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഞാനത് ഉപ്പും മഞ്ഞളും ചേർന്ന വെള്ളത്തിൽ 1/4 മണിക്കൂർ മുക്കി വെച്ച് അത് കഴിഞ്ഞ് നന്നായി കഴുകിയെടുത്തതാണ്. നമ്മൾ മീൻ വാങ്ങിക്കുമ്പോൾ ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളത്തിൽ മുക്കി വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ മീൻ വറുക്കുവാനായിട്ട് അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 6-7 അല്ലി വെളുത്തുള്ളി, ഈ ഒരു വലിപ്പത്തിലുള്ള ഇഞ്ചി, 4 ചുവന്നുള്ളി, ഒരു 2 തണ്ട് കറിവേപ്പില. ഈ 4 ചേരുവകളും കൂടെ നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കണം. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, വറുത്തെടുക്കുവാൻ ആവശ്യമായ എണ്ണ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അരപ്പ് റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഈ ചേരുവകൾ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് മുറിച്ച് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് വരാം. നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടെ ചേർത്താണ് ഞാൻ അരച്ചെടുത്തത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതും കൂടെ ചേർത്ത് ഒന്നും കൂടി അരച്ചെടുത്തിട്ട് വരാം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇത്രയും നമ്മൾ ആദ്യം അരച്ചെടുത്തു. പിന്നീട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്രയും കൂടെ ഇട്ട് വീണ്ടും അരച്ചെടുത്തതാണിത്. ഇതിനി മീനിലേക്ക് തേച്ച് പിടിപ്പിക്കണം. അതിനായിട്ട് ഈ മീനൊന്ന് നന്നായിട്ട് വരഞ്ഞു കൊടുക്കാം. അതുപോലെ ഈ 2 മീനും കൂടെ വരഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് ഈ അരപ്പ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഉള്ളിലോട്ടൊക്കെ തേച്ച് നന്നായിട്ട് പിടിപ്പിക്കണം. കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചുവന്നുള്ളിയും കൂടെ ചേർക്കാൻ മറക്കരുത്. ചുവന്നുള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദുണ്ട്. അതുപോലെ കറിവേപ്പില. ഈ 4 ചേരുവകളും കൂടെ ചേർത്ത് അരച്ച് മീൻ വറുക്കുമ്പോൾ വളരെ നല്ല ടേസ്റ്റാണ് അതിന്. അപ്പോൾ മീനിലേക്ക് അരപ്പൊക്കെ നന്നായിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 15-20 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും മീനിലേക്ക് നല്ലപോലെ അരപ്പെല്ലാം പിടിച്ച് നല്ലൊരു രീതിയിൽ വറുത്തെടുക്കാൻ പറ്റും. നമ്മുടെ മീനിൽ അരപ്പെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓൺ ചെയ്യാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കാം. എന്നിട്ട് മൂടി വെച്ച് വേവിക്കാം. മീനിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വേകണമെങ്കിൽ മൂടി വെച്ച് തന്നെ വേവിക്കണം. മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. തീ കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ 2 സൈഡ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് മൂടി മാറ്റിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിനി മൂടി മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് മൂടിയില്ലാതെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ മുരിച്ചെടുക്കുകയാണ് വേണ്ടത്. മൂട മാറ്റിയിട്ട് തുറന്നു വെച്ച് ഫ്രൈ ചെയ്യുമ്പോഴാണ് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുന്നത്. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഞാനിതിൽ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല. നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കാം. അത് ഓപ്ഷണലാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ ചുവന്നുള്ളി, കറിവേപ്പില ഇതെല്ലാം തേച്ച് പിടിപ്പിച്ചതുകൊണ്ട് അത് വറുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും. നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ഏത് മീൻ എടുത്താലും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.